ശബരിമല വിഷയത്തിൽ ഒരു കാര്യം വ്യക്തമാണ്. LDF സർക്കാർ കൃത്യതയോടെയാണ് നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാവട്ടെ. ഹൈക്കോടതി അതേ നിലപാട് സ്വീകരിച്ചു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ തീരുമാനിച്ചു. സാധാരണ പ്രത്യേക അന്വേഷണ സംഘത്തെ വേണം എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുക. അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് എല്ലാ സഹകരണവും പൂർണ്ണമായി നൽകുന്ന നിലയുണ്ടായി. ഒരു ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല. എല്ലാറ്റിൻ്റെയും ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് എന്ന തരത്തിലാണ് ഹൈക്കോടതി പറഞ്ഞത്. അതോടെ ആ വിമർശനങ്ങൾക്കെല്ലാമുള്ള മറുപടിയായി. ദിലീപ്, ഇത് വളരെ ക്ലവറായിട്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും. കാര്യം എത്ര മറച്ചു വെച്ചാലും അത് ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇത് ഈ ശബരിമല ഈ സംഭവം അവഗണിക്കണം എന്ന രീതിയിൽ ആണല്ലോ ഈ നമ്മുടെ ഈ NDA സ്ഥാനാർത്ഥി പറയുന്നത്. അത് കേരളത്തിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സാധ്യമാണോ? SKN ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ചർച്ച ചെയ്യരുതെന്നാണ് SKN പറഞ്ഞതുപോലെ CPM-ന്റെയും LDF നേതാക്കളുടെയും ഒക്കെ ആഗ്രഹം. അത് നേരത്തെ ശബരിമല യുവതീ പ്രവേശനത്തിന് പിന്നാലെ, അതുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത തോൽവി CPM-ന്റെയും LDF-ന്റെയും മുന്നിലുണ്ട്. ഇപ്പോൾ ഇതാ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മറ്റൊരു ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ നടന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അത് വലിയ തോതിൽ പ്രതിഫലിച്ചു എന്ന് CPM നേതാക്കൾക്കും LDF നേതാക്കൾക്കും അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഈ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാതിരിക്കുക എന്നത് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അതങ്ങനെ ചർച്ചയാവാതിരിക്കുന്നില്ല. UDF-നെ സംബന്ധിച്ച് ആ വിഷയമടക്കം ചർച്ച ചെയ്യും. ഇപ്പോൾ ഈ വിഷയത്തിൽ ഡീലിൽ ചുറ്റിക്കറങ്ങുന്നെങ്കിലും ഇതുകൂടി ചർച്ച ചെയ്യും വരും ദിവസങ്ങളിൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഇനി CPM-ഓ അല്ലെങ്കിൽ LDF-ഓ എത്ര വിചാരിച്ചാലും അത് മാറ്റാനും കഴിയില്ല ജനങ്ങളുടെ മനസ്സിൽ നിന്ന്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, പ്രത്യേകിച്ച് A. പത്മകുമാറിനൊക്കെ എതിരെ ഇപ്പോഴും കടുത്ത നടപടിയെടുക്കാൻ CPIM വിമുഖത കാട്ടുകയാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്നൊക്കെ പറയുന്നെങ്കിലും അത് പരസ്യമായി ഏതെങ്കിലും ഒരു കടുത്ത നടപടിയിലേക്ക് പോകുന്നില്ല എന്നുള്ള വോട്ടർമാരുടെ മുന്നിൽ നടപടിയല്ല. അദ്ദേഹത്തെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കി. അതല്ല പറഞ്ഞത്, അതല്ല ഒരു ന്യായമായി അങ്ങനെ ഒരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.